യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? രാത്രി സമയം കടന്നുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കും. കർത്താവിൻ്റെ ദാസനെ ഓർപ്പിച്ച പോലെ ദീർഘ ആഴ്ചകൾ നിങ്ങളോടൊപ്പം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൂട്ടായ്മകളിൽ ആരാധനകൾ സംബന്ധിച്ചത് ഇവിടെയുള്ള ദൈവമക്കളോടുകൂടിയാണ്. എനിക്കത് വളരെ സന്തോഷമായിരുന്നു. ഇവിടെയുള്ള ദൈവമക്കളെക്കുറിച്ച് ഞാൻ പല സ്ഥലത്ത് പറയാനിടയായി തീർന്നു. വിവിധ സഭാ വിഭാഗത്തിൽപ്പെട്ട ദൈവമക്കൾ ഒരേ ആത്മാവിൽ ഒരേ ദൈവസ്നേഹത്തിൽ ഒരുമിച്ചുകൂടി ദൈവത്തെ സ്തുതിക്കുന്ന എത്ര ശ്രേഷ്ഠമാണ്. അതേ സഭാവിഭാഗങ്ങളൊന്നും നമ്മെ കർത്താവിങ്കിൽ നിന്നും അകറ്റാൻ പറ്റുകയില്ല. ഏറ്റവും വലിയ ദൈവസ്നേഹത്തെ ദൈവം നമ്മളെ ബന്ധിച്ചിരിക്കുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത തിങ്കളാഴ്ച ഞാൻ ഇവിടെ നിന്ന് മടക്കി പഞ്ചാബിലേക്ക് പോവുകയാണ്. നിങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഫ്ലൈറ്റിലായിരിക്കും. നിങ്ങളെല്ലാവരും കർത്താവിനെ ഏൽപ്പിച്ച വേലയ്ക്ക് വേണ്ടി കർത്താവ് വിശ്വസ്തയോടെ നിലനിൽപ്പാൻ ദൈവമക്കളായി കൃത്യമായി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇവിടെയുള്ള ദൈവമക്കൾ വ്യക്തികളായും കുടുംബമായും ഒക്കെയും എന്നെ സ്നേഹിക്കുകയും സൽക്കരിക്കുകയും സഹായിക്കുകയും കർത്താവിൽ മാനിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ദൈവമക്കളുടെയും മുഖം എനിക്ക് നന്നായി പരിചയമുണ്ട്. ഞാൻ എൻ്റെ നിരന്തരമായ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, തുടർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഈ പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. വിശേഷാല ഇവിടെ ജോസ് ബ്രദർ പല മെസ്സേജുകളും റെക്കോർഡ് ചെയ്ത് നെറ്റിലൊക്കെ ഇട്ടത്, ഈവൻ ഇന്ത്യയിൽ പോലും പല അധികം മക്കളും രാജസ്ഥാനിലൊക്കെ പല പ്രിയപ്പെട്ടവരും അത് കണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുവാൻ ഇടയായി തീർന്നു. ഒരു വലിയ ശുശ്രൂഷയാണ് താൻ ചെയ്യുന്നത്. ഏത് ദൈവദാസന്മാർ വന്നാലും അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂലോകമൊക്കെയും ഘോഷിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്നാണ് കർത്താവിൻ്റെ വചനം. നമ്മയാൽ കഴിയുന്നിടത്തോളം ദൈവത്തിൻ്റെ വചനം സ്പ്രെഡ് ചെയ്യുവാൻ, എല്ലാ ജാതികളും കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ നമ്മളാൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ദൈവം മാനിക്കുന്ന കാര്യമാണ്. ആകെയുള്ള പ്രിയപ്പെട്ട സഹോദരനോടും പ്രത്യേകമായി ഞാൻ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായി സ്കോട്ട്ലൻഡിലായിരുന്നു. യാത്ര ചെയ്ത് ഇന്ന് വൈകിട്ട് നേരെ നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ കർത്താവ് അനുവദിച്ചു. അതോടൊപ്പം കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന് വരേണ്ട താമസമെങ്കിൽ ഒരുമിച്ച് കാണാം, അതല്ല എങ്കിൽ നിത്യതയിൽ വെച്ച് കാണാം. ഈ പ്രാവശ്യം സ്കെഡ്യൂൾ അനുസരിച്ച് അവസാനമായിട്ടായിരിക്കും ഞാൻ നിങ്ങളോടുകൂടി ആയിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും എല്ലാത്തിനും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി അറിയിച്ചോട്ടെ. ദൈവവചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. സ്വർഗ്ഗപിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളതിനെ വാഴ്ത്തുന്നു. ഇത്രത്തോളം നിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ മധ്യസ്ഥ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. നീ ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളും വായിലെ വാക്കുകളും നിനക്ക് പ്രസാദകരമായി തീരുവാൻ ഇന്ന് രാത്രികാലം ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം തക്ക സമയത്ത് മറുപടി തരുന്ന ഒരു പിതാവ് ഈ കഥയിൽ ഉയരത്തിൽ ഞങ്ങൾക്കായുള്ളതുകൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി വചനത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണമേ. വിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളാകേണ്ടതുപോലെ ആകുവാൻ ഇന്ന് രാത്രികാലം വചനത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണമേ. നിന്റെ വചനം സംസാരിപ്പാൻ അടിനെ ശുദ്ധീകരിക്കണം. അവിടുത്തെ ശക്തി അടിന്റെ മേൽ പകർന്ന് സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ.
ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പഠനം പോലെ അല്പസമയം ദൈവവചനം ധ്യാനിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെയുള്ള ദൈവമക്കൾ ദൈവവചനം പഠിക്കുവാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്ന് എനിക്ക് അനുഭവത്തിൽ കൂടി മനസ്സിലാക്കി. അതൊരു വലിയ അനുഗ്രഹമാണ്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 7 സിംഹാസനങ്ങളെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ 7 സിംഹാസനങ്ങൾ. ആ 7 സിംഹാസനത്തിന്റെയും പർപ്പസ് വ്യത്യസ്തമാണ്. അത് ദൈവവചനത്തിൽ കൂടെ ചുരുക്കമായി നമുക്ക് ചിന്തിക്കാം. അതിൽ ഇപ്പോൾ നാം വായിച്ചതായ ഈ വാക്യത്തിൽ ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ആ വാക്യത്തിൽ അവസാനമായി അല്പസമയം വിശദമായി നമുക്ക് ചിന്തിക്കാം. യേശു ക്രിസ്തുവിന്റെ 7 സിംഹാസനം. 1 യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കും. The year that King Uzziah died, I saw the Lord. He was sitting on his throne, high and exalted, and his robe filled the whole temple. മലയാളത്തിൽ വായിച്ചാണ്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. മതി. ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാവ് കണ്ട കാഴ്ചയാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ് നാം വായിച്ച് മനസ്സിലാക്കിയത്. അവിടെ ഇരുന്നു കൊണ്ട് കർത്താവ് എന്താണ് ചെയ്യുന്നത്? ഈ ഭൂമിയിലുള്ള ദൈവമക്കളുടെ ആരാധനയും സ്തുതിയും ആ സിംഹാസനത്തിൽ നിന്ന് കർത്താവ് സ്വീകരിക്കുകയാണ്. താഴോട്ട് വായിക്കുമ്പോൾ ദൂതന്മാർ 2 ചിറകുകൊണ്ട് മുഖം മൂടിയും 2 ചിറകുകൊണ്ട് പാദം മൂടിയും 2 ചിറകുകൊണ്ട് പറന്നു ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെ രാപകലില്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന ദൂതഗണത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ദൈവം ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമക്കളായ നമ്മുടെ ആരാധന അവിടെ നിന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധനയേക്കാൾ കർത്താവ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സ്തുതിയും സ്തോത്രങ്ങളുമാണ്. നമ്മുടെ ആരാധനയാണ് ദൈവം ദൂതന്മാരുടെ ആരാധനയേക്കാൾ പ്രസാദിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ നമ്മുടെ ഈ ആരാധന ഒന്നും വൃഥാവായി പോകുന്നില്ല. അത് നേരെ സിംഹാസനത്തിൽ എത്തുകയാണ്. ആ സിംഹാസനത്തിൽ ഇരുന്ന് കർത്താവ് ആരാധനയെ സ്വീകരിക്കുന്നു. സമയം കുറവായതുകൊണ്ട് ഓരോ പോയിന്റിലും കൂടുതലായി വിശദീകരിക്കുവാനായിട്ട് ഞാൻ ഇന്ന് രാത്രി സമയമെടുക്കുന്നില്ല. 2ാമത്തെ സിംഹാസനം എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുക. ഇത് 2ാമത്തെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സിംഹാസനമാണ്. ഇതിന്റെ പേര് കൃപയുടെ സിംഹാസനം എന്നാണ്, കൃപാസനം എന്നാണ് ഇത് പറയുന്നത്. ത്രോൺ ഓഫ് ഗ്രേസ്. ഈ സിംഹാസനത്തിൽ ഇരുന്നാണ് കർത്താവ് ഇന്ന് തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ സിംഹാസനത്തിൽ കർത്താവ് ഒരു വക്കീലായിട്ടാണ് ഇരിക്കുന്നത്, ഒരു അഡ്വക്കേറ്റായി. ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിൽ. അവിടെ പക്ഷപാതം ചെയ്യുക എന്നുള്ളതിന്
അതിന്റെ യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വന്നാൽ യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യമാണോ? 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാം വാക്യം 2-ന്റെ 1 തന്നെ. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ. ആ വാക്യം മലയാളത്തിൽ വായിച്ചതിന് ശേഷം ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കണം. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഇംഗ്ലീഷിലെ വാക്യം വായിച്ചാട്ടെ. I'm writing this to you, my children, so that you will not sin. But if anyone does sin, we have someone who pleads with the Father on our behalf, Jesus Christ, the righteous one. അവിടെ വേറെ ഏതെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? ആരുടെങ്കിലും കയ്യിൽ അവിടെ വേറെ ട്രാൻസ്ലേഷൻ അഡ്വക്കേറ്റ് ആയിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? My little children, these things write I unto you, that ye sin not. And if any man sin, we have an advocate with the Father. We have an advocate. കറക്റ്റ് എഴുതിക്കുന്നു, ഒരു അഡ്വക്കേറ്റ്. അപ്പൊ ഇന്ന് യേശുക്രിസ്തു നമ്മുടെ ആരാ? ഇന്ന് നമ്മുടെ കർത്താവ് നമ്മുടെ ആരാ? ഒരു അഡ്വക്കേറ്റ് ആയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മുടെ അഡ്വക്കേറ്റ് പിതാവിനോട് പറയും, ഞാൻ അവനെ നീതീകരിക്കുക, അതുകൊണ്ട് അവന് ശിക്ഷയില്ലാതെ വിടണം. ഇവിടെ കൃപാസനത്തിൽ കർത്താവ് നമ്മുടെ അഡ്വക്കേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഒരു കേസ് വാദിക്കാനായിട്ട് നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഡയറക്റ്റ് ചെയ്ത് ജഡ്ജിയോട് പറയാറില്ല. നമ്മൾ അഡ്വക്കേറ്റിനെ പിടിച്ചിട്ട് അഡ്വക്കേറ്റ് മുഖാന്തരമാണ് നമ്മൾ ജഡ്ജിയോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃപാസനത്തിൽ കർത്താവ് ഇരുന്നുകൊണ്ട് സഭയെ പണിയ മാത്രമല്ല, അവിടെ ദൈവമക്കളായ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് വാദിക്കുക. പിതാവായ ദൈവത്തോട് ഒരു വക്കീലായിട്ട് നമുക്കൊരു വാദിച്ചു കൊണ്ടിരിക്കുക. അത് മാത്രമല്ല, കർത്താവ് നമുക്ക് വേണ്ടി ഈ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് നാം നിത്യതയിൽ ചെല്ലുമ്പോൾ പാർക്കുവാനുള്ള ഭവനം ഒരുക്കുകയാണ്. കർത്താവ് ആ സിംഹാസനത്തിൽ ഇരുന്നോണം. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14:1 വായിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ കർത്താവ് ഈ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ സിംഹാസനത്തിൽ ഇന്ന് നമുക്ക് വിശ്വാസത്താൽ ഏത് സമയത്തും ഈ കൃപാസനത്തിലേക്ക് നമുക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലാനായിട്ട് കഴിയും. യേശു കർത്താവിന്റെ ഈ സിംഹാസനത്തിന് അടുത്ത് ചെല്ലാൻ വേറൊരു മധ്യസ്ഥന്റെ ആവശ്യം നമുക്ക് ഇന്നില്ല. തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്ന ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. കൃപാസനത്തിൽ ഇരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അടുക്കൽ നമ്മുടെ സഹായത്തിന് വേണ്ടി ചെല്ലാൻ നമുക്ക് ആരുടെ മധ്യസ്ഥയുടെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ചെന്ന് കർത്താവിനോട് പറയുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ സിംഹാസനം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ന്യായാസനം, ക്രിസ്തുവിന്റെ ന്യായാസനം. ഇതെന്തിനാ? ഞാൻ ആദ്യമേ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഓരോ സിംഹാസനത്തിനും ഡിഫറെന്റ് പർപ്പസ് ആണുള്ളത്. ഇവിടെ മൂന്നാമത്തെ ക്രിസ്തുവിന്റെ ന്യായാസനം വിശ്വാസികളായ ദൈവമക്കൾക്ക് വേണ്ടിയാണ്. അത് ഭാവിയിലാണ് നാം ന്യായാസനവുമായി നിൽക്കും. ഇപ്പം വിശ്വാസത്താൽ ഈ കൃപയുടെ സിംഹാസനത്തിലേക്ക് നമുക്ക് വിശ്വാസത്താൽ ചെല്ലാം, ഏത് സമയത്തും ചെല്ലാം. എന്നാൽ ഇനിയും ഭാവിയിൽ വരാൻ പോകുന്ന, നാം നിൽക്കാൻ പോകുന്ന ഒരു സിംഹാസനം, അതാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. വായിക്കുന്നത് ഈ ന്യായാസനം ആർക്ക് വേണ്ടിയാണ്? ഈ ന്യായാസനത്തിന് ഗ്രീക്കിൽ പറയുന്നത് ഭീമ എന്നാണ്. ഭീമ. ഓരോ സിംഹാസനത്തിനും പ്രത്യേക പേരുകളുണ്ട് മൂലഭാഷയിൽ, ഗ്രീക്കിൽ. ക്രിസ്തുവിന്റെ ന്യായാസനം
സിംഹാസനത്തിന് ഭീമ എന്നാ പറയുന്നത്. ഭീമ എന്ന് പറഞ്ഞാൽ ഓട്ടക്കളത്തിൽ ഓടി ജയിച്ചു വരുന്ന ഒരാൾക്ക് മെഡൽ കൊടുക്കുന്ന, പ്രസന്റേഷൻ കൊടുക്കുന്ന ആ സ്റ്റേജിനാണ് ഭീമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൃപാസനം എന്തിനാ? അത് ഈ ഭൂമിയിൽ ദൈവമക്കൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും പ്രതിഫലം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിംഹാസനമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. റോമാലേഖനം 14-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിച്ചാൽ, എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. വിശ്വാസികളായ നാം നമ്മുടെ വായിൽ കൂടി പറയുന്ന വാക്കുകൾ വരെ ശ്രദ്ധിക്കണം. അതിനെല്ലാം ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. അതൊന്നും വൃഥാവായിട്ട് പോകത്തില്ല. അതുകൊണ്ട് ഒരുത്തരെയും നിന്ദിക്കാനോ ആക്ഷേപിക്കാനോ ആരുടെയും കുറ്റം പറയാനോ ദൈവമക്കൾ മുതിരരുത്. അങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മത്തായി സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം. മത്തായി സുവിശേഷം 12:36. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 5-ാം വാക്യം. പെട്ടെന്ന് വായിച്ചാൽ, മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സുവിശേഷം 21:30. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് എന്ത് ചെയ്യണം? സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുമിരിക്കണം. വളരെ ശ്രദ്ധിക്കണം. വിശ്വാസികൾ ഇന്ന് ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച എല്ലാ ദൈവമക്കളും ഇന്ന് ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് ദൈവം തന്നെ റെക്കോർഡിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിനെല്ലാം നാം ഒരിക്കൽ കർത്താവിങ്കിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം ഇല്ലാതെ വരികയില്ല എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ നാമത്തിൽ ഒരാൾക്ക് നമ്മൾ ഒരു ദിവസം വെള്ളം കൊടുത്താൽ, ദൈവമക്കളെ കർത്താവിന്റെ നാമത്തിൽ സഹായിച്ചാൽ, ആർക്കും ആയിക്കൊള്ളട്ടെ, അത് വൃഥാവായി പോകത്തില്ല. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയുന്നില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ റെക്കോർഡിൽ അതായി കഴിഞ്ഞു. അതിനെല്ലാം ദൈവം തക്ക സമയത്ത് പ്രതിഫലം വിഭാഗിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിന് സ്തോത്രം. ഈ സിംഹാസനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ശിക്ഷയല്ല അവിടെ. ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തെങ്കിൽ പണിഷ്മെന്റിന് വേണ്ടിയുള്ള സിംഹാസനമല്ല അത്. പിന്നെയോ ഒന്നുകിൽ നാണം വരും, അല്ലെങ്കിൽ പ്രശംസ വരും. സ്തോത്രം. അവിടെ അനേകരെ കർത്താവിങ്കിൽ നിന്നും പ്രതിഫലങ്ങൾ വിഭാഗിക്കുമ്പോൾ നമ്മളൊന്നും കർത്താവിന് വേണ്ടി ചെയ്തില്ലെങ്കിൽ, അയ്യോ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നത് എനിക്കും ദൈവത്തെങ്കിൽ നിന്ന് പ്രശംസ കിട്ടുമായിരുന്നല്ലോ, എനിക്കും പ്രതിഫലം കിട്ടുമായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പ്രതിഫലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അനേക കിരീടങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പഠിക്കാൻ കഴിയും. ആത്മാക്കളെ നേടുന്നവർക്ക് പ്രത്യേകം കിരീടങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സാക്ഷ്യം കൊണ്ട്, നമ്മളൊരു ലിറ്ററേച്ചർ ഒരാൾക്ക് കൊടുക്കുന്നത് കൊണ്ട്, നമ്മള് ഒരാളെ ചർച്ചിൽ വിളിച്ചോണ്ട് വന്ന് ആ വ്യക്തി സുവിശേഷം കേട്ട് വചനം കേട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ അതിന്റെ പ്രതിഫലം ആ വ്യക്തിയെ കൊണ്ടുവന്നവർക്ക് കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ അനേകർക്ക് പ്രതിഫലം കിട്ടുമ്പോൾ നമ്മള് കയ്യും കെട്ടി നിന്ന് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാത്തവർക്ക് അവിടെ ചെല്ലുമ്പോൾ എന്തുണ്ടാകുമെന്നാണ്? അത് ലജ്ജയുണ്ടാകും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. 4-ാമത്തെ സിംഹാസനം മത്തായി സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യം. മത്തായി സുവിശേഷം 25:31. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ, മനുഷ്യപുത്രൻ തേജസ്സോടെ തന്റെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ഇത് ഈ 4-ാമത്തെ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ പേരെന്താണ്? തേജസ്സിന്റെ സിംഹാസനം.
എന്തിനാണ് ഈ തേജസ്സിന്റെ സിംഹാസനം? താഴോട്ട് വായിച്ചാട്ടെ. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 31. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അടുത്തത്, അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിച്ചു. ഇതെന്തിനാണ്? ഞാൻ അവിടെ ഒന്നും വിശദീകരിക്കുന്നില്ല, തൊട്ടുപോവുകയാണ്. ഒരു സിംഹാസനത്തെ കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് തേജസ്സിന്റെ സിംഹാസനം നമുക്ക് വേണ്ടിയുള്ളതല്ല. ഈ തേജസ്സിന്റെ സിംഹാസനം മഹോപദ്രവകാലത്ത് യഹൂദനെ എല്ലാ ജാതികളും കൂടെ പീഡിപ്പിക്കും. യഹൂദൻ 4 ഭാഗത്തോട്ടും ചിതറി ഓടുന്ന സമയത്ത് ആരെല്ലാം യഹൂദനെ സഹായിക്കുന്നോ അവർക്ക് ദൈവം ഒരു പ്രത്യേക രക്ഷ വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല എന്ന് പറഞ്ഞത് യഹൂദനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അന്ന് യഹൂദനെ ജാതികൾ എല്ലാരും കൂടെ ദണ്ഡിപ്പിച്ചിട്ട് പാറക്കെട്ടുകളിലും ഗുഹകളിലും ഓടിക്കും. നിങ്ങൾ നോക്കണം, ഇന്ന് ലിബിയയിലൊക്കെ നടക്കുന്ന ഈ സംഭവങ്ങൾ അതിലേക്ക് വരിക. എല്ലാ മുസ്ലിം രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ദിവസം യഹൂദനെ അറ്റാക്ക് ചെയ്യും. ഒരുതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ യഹൂദൻ പരാജയപ്പെടും, തീർച്ചയായിട്ടും പരാജയപ്പെട്ടിട്ട് യഹൂദൻ ഓടും. ഇന്ന് പലസ്തീന്റെ ചുറ്റുപാടുമുള്ള പാറക്കെട്ടുകളിലെല്ലാം ബൈബിൾ സൊസൈറ്റി ബൈബിൾ അടുക്കിക്കൊണ്ടിരിക്കുക. കാരണം യഹൂദന്മാർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല, പൊതുവായിട്ട് മശീഹായിട്ട് വിശ്വസിക്കുന്നില്ല. അവർ വരാൻ പോകുന്ന മശീഹായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേദശാസ്ത്രികൾക്ക്, വേദ പണ്ഡിതന്മാർക്ക് അറിയാം, യഹൂദർ ഇത് മനസ്സിലാക്കുന്ന ഒരു ദിവസമുണ്ട്. യേശു വന്നു പോയി, അവരവരുടെ മശീഹയെ ക്രൂശിച്ചെന്നുള്ള അവർ മനസ്സിലാക്കാൻ അവർ ഈ അടി കൊണ്ട് കഷ്ടം സഹിച്ച് ഓടുന്ന സമയത്ത് ഒളിക്കാൻ സാധ്യതയുള്ള ഗുഹകളിലും പാറക്കെട്ടുകളിലും മലച്ചരിവുകളൊക്കെ ഇന്ന് വേദപുസ്തകം മണ്ടിൽ കണക്കിന് അടുക്കി വെച്ചോണ്ടിരിക്കുക. കാരണം അന്ന് അവർ ഓടിച്ചെല്ലുമ്പോഴെങ്കിലും ഈ പുസ്തകം വായിച്ചെന്ത് ചെയ്യണം? മനസ്സിലാക്കണം, ഞങ്ങൾ ഞങ്ങളുടെ മസീഹയാണ് ക്രൂശിച്ചതെന്ന്. വചനത്തിൽ വായിക്കുന്നത്, ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരവനെ എന്നെ കൈക്കൊണ്ടില്ല. അപ്പോ എങ്കിലും ദൈവം കരുണയുള്ള ദൈവമാണ്. ഈ യഹൂദൻ ജാതികളിൽ നിന്നും കഠിനമായ പീഡ സഹിക്കുമ്പോൾ ആ സമയത്ത് ചില ജാതികൾ യഹൂദനെ സഹായിക്കാൻ മുമ്പോട്ട് വരും. ജാതികൾ അവർക്ക് ഭക്ഷണം കൊടുക്കും, ജാതികൾ അവർക്ക് വെള്ളം കൊടുക്കും. അവർക്ക് വേണ്ടി ദൈവം ഒരു പ്രത്യേക സ്ഥാനം വെച്ചിട്ടുണ്ട്. അത് വിഭാഗിക്കുന്ന, അത് കൊടുക്കുന്ന സിംഹാസനത്തിന്റെ പേരാണ് തേജസ്സിന്റെ സിംഹാസനം. എന്ന് പറഞ്ഞാൽ യഹൂദനെ സഹായിച്ചവർക്ക് രക്ഷയും യഹൂദനെ പീഡിപ്പിച്ചവർക്ക് പ്രതികാരവും കൊടുക്കുന്ന സിംഹാസനത്തിന്റെ പേരാണ് തേജസ്സിന്റെ സിംഹാസനം. പ്രൈസ് ദി ലോർഡ്. ഇനിയും 5ാമത്തേതാണ് നമ്മളിപ്പോൾ വായിച്ചത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വായിച്ചു, ഞാൻ വലിയ ഒരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ഞാൻ അവിടേക്ക് മടങ്ങി വരാം. അവിടാണ് എനിക്ക് വിശദീകരിക്കുവാൻ താല്പര്യമുള്ളത്. അവിടേക്ക് ഞാൻ മടങ്ങി വരാം. 5ാമത്തേതാണ് അത്. 6ാമത്തെ സിംഹാസനം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 32-33 വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 32-33 വാക്യങ്ങൾ. മറ്റൊരാള് 47-ാം സങ്കീർത്തനം 7-ാം വാക്യം കൂടെ വായിക്കാം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഇത് ഏത് സിംഹാസനമാണ്? ദാവീദിന്റെ സിംഹാസനം. പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം ആർക്ക് കൊടുക്കും? യേശു ക്രിസ്തുവിന് കൊടുക്കും. എന്തിനാ കൊടുക്കുന്നത്? 47-ാം സങ്കീർത്തനം 47-7. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ഇത് ഏത് സിംഹാസനമാണ്? സഹസ്രാബ്ദ വാഴ്ച കാലത്തെ സിംഹാസനം. ഇന്ന് ഈ ഭൂമി പാപത്താൽ ശപിക്കപ്പെട്ട ഭൂമിയാണ്. എന്നാൽ യേശുക്രിസ്തു സഭയുമായി സ്വർഗത്തിൽ പോയതിനു ശേഷം
മടങ്ങി വന്നു കഴിഞ്ഞ് ഈ ഭൂമിയെ ദൈവം വിശുദ്ധീകരിക്കും. 1000 വർഷം കർത്താവ് രാജാവായി ഈ ഭൂമിയിൽ വാഴും. അതിനാണ് 1000 ആണ്ട് വാഴ്ച അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത്. 7 വർഷം സഭ സ്വർഗത്തിലായിരിക്കുമ്പോൾ 7 വർഷം ഈ ഭൂമിയിൽ മഹോദ്രവം നടക്കും. അന്തിക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കും. ഈ 7 വർഷത്തെ മഹാപീഡയ്ക്ക് ശേഷം യേശുക്രിസ്തു സഭയുമായി, യേശുക്രിസ്തു തന്റെ വിശുദ്ധന്മാരുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോഴാണ് യഹൂദൻ കർത്താവിനെ തിരിച്ചറിയുന്നത്. കർത്താവിന്റെ മുറിഞ്ഞ കരം കൊണ്ട് കർത്താവ് യഹൂദനെ അനുഗ്രഹിക്കും. അപ്പോൾ കർത്താവിന്റെ കയ്യിലെ ആണിപ്പഴുത് അവര് കാണും. അന്നേരമാണ് അയ്യോ ഞങ്ങൾ ഞങ്ങളുടെ മശിഹയാണല്ലോ ക്രൂശിച്ചതെന്ന് അവര് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും എന്ന പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് കർത്താവ് ഈ ഭൂമിയിൽ അതേ സഹസ്രാബ്ദ സിംഹാസനം സ്ഥാപിക്കും. ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ഈ ഭൂമിയെ 1000 ആണ്ട് വാഴും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഭൂമിയെ രാജാവായി ഭരിക്കുന്ന ഒരു ഭരണം നിയന്ത്രിക്കുന്ന സിംഹാസനം. അതിനെക്കുറിച്ച് എസെക്കിയേൽ പ്രവചനം 21-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരും. അടുത്ത വാക്യം, അവകാശമുള്ളവൻ വരുവോളം അതങ്ങനെ ഇല്ലാതെ ഇരിക്കും, അവന് ഞാൻ അത് കൊടുക്കും. ഇന്ന് രാജാക്കന്മാർ മുഴുവനും സിംഹാസനങ്ങൾ വിട്ട് ഓടിപ്പോവുകയാണ്. ലിബിയയിലും ഇറാഖിലും നേപ്പാളിലും എല്ലാം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലും ബഹ്റിലും ഒന്നും രാജാക്കന്മാർ ഇരിക്കാൻ പോകുന്നില്ല. എന്തെല്ലാം സംഭവിച്ചാലും ഈ രാജാക്കന്മാർ മുഴുവനും ഒരു ദിവസം പേടിച്ചോടിയേ പറ്റൂ. കാരണം ദൈവത്തിന്റെ വചനത്തിൽ അത് ജനിക്കുന്നു. എന്തിനാണ് ഈ രാജാക്കന്മാരെല്ലാം ഒളിച്ചോടുന്നത്? രാജാവായ യേശുക്രിസ്തു 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കുവാനായി എത്രയും വേഗം വരുവാൻ പോകുകയാണ്. അതിനുവേണ്ടി ഭൂമി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് നമ്മൾ ആരായിരിക്കും അറിയാം? ആരാന്ന് പറയാം? ഒറ്റ പേര് പറയാം. അന്ന് നമ്മൾ ആരായിരിക്കും? നമ്മുടെ കർത്താവ് എന്ന് ആരാ? രാജാവ്. നമ്മുടെ കർത്താവ് അത് രാജാവാണെങ്കിൽ നമ്മൾ ആരായിരിക്കും? എന്താ കർത്താവ്? അത്രയും നമ്മളൊക്കെ താഴ്ന്നു പോകരുത്. അല്ല, നാം അവന്റെ റാണിയായിരിക്കും. നമ്മുടെ കർത്താവ് രാജാവാകുമ്പോൾ ഇതിനോടകം സ്വർഗത്തിൽ വിവാഹ മഹോത്സവം കഴിഞ്ഞു. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. നാം റാണിയ, പ്രജകളല്ല. അടിയും തൊഴിയും കൊള്ളാൻ ഇനി അതിന്റെ ആവശ്യമില്ല. നമ്മുടെ കർത്താവ് രാജാവായി വരുമ്പോൾ അവനോട് കൂടെ നാം സിംഹാസനത്തിലായി. സ്വതന്ത്രം പറഞ്ഞാൽ ദൈവം ആ തേജസ്സിൽ. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ കൂടി നമ്മുടെ ഭാവിയെ കുറിച്ച്, നാം ആരാകാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. 7ാമത്തെ സിംഹാസനം നമുക്ക് പരിചയമുള്ള സിംഹാസനമാണ്. അത് നമുക്കറിയാം, 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യയുണ്ട്. നമ്മുടെ കർത്താവ് ആരാണ്? സ്തുതികളുടെ മേൽ അധിവസികൾ. അതൊരു മൊബൈൽ സിംഹാസനമാണ്. ദൈവമക്കൾ എവിടെ ഇരുന്ന് ആരാധിച്ചാലും കർത്താവിന്റെ മൊബൈൽ സിംഹാസനവുമായി കർത്താവ് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളുന്നു. ശ്രദ്ധിക്കണമേ, നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി കർത്താവിന്റെ ആ സിംഹാസനം നമ്മുടെ കണ്ണുകളിലുണ്ട്. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അദൃശ്യകരമായ നമ്മുടെ കർത്താവിന്റെ സിംഹാസനം നമ്മുടെ നടുവിൽ ഉണ്ട് എന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നു. എനിക്ക് മണിക്കൂറുകൾ എടുത്ത് വിശദീകരിക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് അങ്ങനെയുള്ള മീറ്റിംഗ് അല്ലല്ലോ. എന്നാൽ അതിന്റെ 5ാമത്തെ സിംഹാസനത്തിലേക്ക് നമുക്ക് അല്പസമയം ചിന്തിക്കുവാനായിട്ട് സമയമെടുക്കാം. 20-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വായിച്ചാൽ, വലിയ വെള്ള സിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നത് കണ്ടു. സ്തോത്രം. ഈ സിംഹാസനം ആർക്ക് വേണ്ടിയാണ്? പാസ്റ്റർ പറയാം. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഈ വെള്ള സിംഹാസനം ആർക്ക് വേണ്ടിയാ?
എന്തോ ആർക്ക് വേണ്ടി? ഞാൻ പറഞ്ഞല്ലോ, ഓരോ സിംഹാസനവും അതിന്റെ പുറകിൽ ഓരോ പർപ്പസും. ഓരോ സിംഹാസനവും ഓരോ സെപ്പറേറ്റ് ആളുകൾക്ക് വേണ്ടിയാണ്. ഈ സിംഹാസനം ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ ഈ സിംഹാസനം? ജഡ്ജിയുടെ സിംഹാസനമാണ്. സിംഹാസനം ആർക്ക് വേണ്ടിയാ? എന്തോ അല്ല, ഇത് നമുക്ക് വേണ്ടിയല്ല. ഇത് നമുക്ക് വേണ്ടിയല്ല. ചിലര് ഈ അന്യോന്യം വഴക്കുണ്ടാകുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വെള്ള സിംഹാസനത്തിന് ഭാഗം നിൽക്കേണ്ടി കാണുന്നു, ഓർത്തോണം കേട്ടോ. അത് വേദവസം അറിയാൻ വയ്യാത്തോണ്ട് പറയുന്ന. നമ്മൾ വെള്ള സിംഹാസനത്തിന് നിൽക്കേണ്ടി വരത്തില്ല. എന്നാൽ ഞാൻ അതിനെ കുറിച്ച് ഒന്നുകൂടെ വായിച്ചാട്ടെ. ഞാൻ വലിയ വെള്ള സിംഹാസനം എന്ന് അതിന്റെ ഓരോ പദത്തിനും അർത്ഥമുണ്ട്. ഞാൻ വലിയ ഒരു വെള്ള സിംഹാസനം, വലിയ ഓരോ പദത്തിനും അതിന്റെ അർത്ഥമുണ്ട്. വലിയ വെള്ള സിംഹാസനം എന്തിനാ വലിയ? എബ്രായർ 2:4 കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി? അപ്പോൾ വലിയ സിംഹാസനം, ഞാൻ വലിയ ഒരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നത് കണ്ടു. ആർക്കു വേണ്ടിയായി വലിയ സിംഹാസനം? യേശുക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവം നൽകി തന്ന വലിയ രക്ഷയെ ആര് കെയർലെസ് ആക്കുന്നുവോ, ആര് ഗണ്യമാക്കാതെ പോകുന്നുവോ, അവരെല്ലാവരും എവിടെ നിൽക്കേണ്ടി വരും? നിങ്ങളുടെ കൂടെ വരണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത സകല ആളുകളും ഈ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിന്നേ പറ്റത്തുള്ളൂ. സ്തോത്രം. അടുത്ത ഈ സിംഹാസനത്തിന്റെ പ്രത്യേകത, ഞാൻ വലിയൊരു വെള്ള സിംഹാസനം. വെള്ളം എന്തിനെ കാണിക്കുന്നതാണ്? വിശുദ്ധിയെ കാണിക്കുന്നതാണ്, നീതിയെ കാണിക്കുന്നതാണ്. യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ കൈക്കൂലിയോ ഒന്നും കൊടുത്ത് ഈ ജഡ്ജിയെ സാധൂകരിക്കാൻ ഒക്കത്തില്ല. ആ വെള്ള സിംഹാസനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ നീതിയുള്ള ജഡ്ജ്മെന്റിനെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധിയെയാണ് അവിടെ വെള്ള സിംഹാസനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വലിയ ഒരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ആരാ ഇരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 23-ഉം 22-23 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 5-ന്റെ-22-23 വാക്യം ഉറക്കെ വായിച്ചാണ്. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ന്യായവിധി എല്ലാം ആർക്ക് കൊടുത്തിരിക്കുന്നു? ശ്രദ്ധിക്കൂ ദൈവമക്കളെ, പിതാവായ ദൈവം ആരെയും ന്യായം വിധിക്കത്തില്ല. ആ ന്യായവിധി മുഴുവൻ ആർക്ക് കൊടുത്തിരിക്കുകയാണ്? പുത്രന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ആരാണ്? ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ഇനി അടുത്ത വാക്യം വായിച്ചാട്ടെ. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. എന്താ കാരണം? നിങ്ങൾ എല്ലാവരോടും ശ്രദ്ധിക്കണേ. യേശുക്രിസ്തു വെള്ള സിംഹാസനത്തിൽ ഇരിക്കുക. വലിയ വെള്ള സിംഹാസനം, ആ നീതിയുള്ള സിംഹാസനം. ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഭൂമിയും ആകാശം പോലും ആ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കാൻ പേടിക്കുമെന്ന്. ആ ഭൂമിയും ആകാശവും കൂടെ അവന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് എന്ത് ചെയ്യും? ഓടിപ്പോകും. എന്തിന്റെ കാരണം എന്നറിയാമോ? ഇന്ന് ഈ ഭൂമി മനുഷ്യന്റെ പാപത്താൽ നിറയപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ദൈവപുത്രനായ യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ അവന്റെ പാപമില്ലാത്ത രക്തം ചിന്തിയ ഭൂമിയാണ് ഈ ഭൂമി. ഈ ഭൂമിയിൽ യേശുവിന്റെ പാപമില്ലാത്ത രക്തം ചൊരിയപ്പെട്ടു. ഈ ഭൂമിക്കും ആകാശത്തിന് മീതെ യേശുവിനെ ക്രൂശിച്ചു. ഭൂമിയെ, ആകാശമേ, നീ യേശുവിന്റെ രക്തം ഏറ്റുവാങ്ങിയെങ്കിൽ അവന്റെ സിംഹാസനത്തിന് മുൻപാകെ ഭൂമിക്കും ആകാശത്തിൽ നിൽക്കാൻ കെൽപ്പ് കാണത്തില്ല.
അതുകൊണ്ടാണ് ഭൂമിയും ആകാശവും ക്രിസ്തുവിന്റെ വെള്ളസിംഹാസനത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ തക്കൊണ്ടടിയായിട്ടുണ്ട്. അടുത്ത വാക്യം വായിച്ചാട്ടെ. കൂടെ അവയെ പിന്നെ കണ്ടില്ല. അടുത്തത് മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ശ്രദ്ധിക്കണമേ, ഈ സിംഹാസനത്തിൽ ആരാ നിൽക്കുന്നത്? പറഞ്ഞാട്ട് മരിച്ചവർ ആബാലവൃത്തം എന്ന് പറഞ്ഞാൽ അന്നുവരെ മരിച്ച സകല വിശുദ്ധന്മാരല്ല. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇത് വിശുദ്ധന്മാർക്ക് വേണ്ടി വെള്ള സിംഹാസനം നിൽക്കുന്നത് വിശുദ്ധന്മാർക്കാണെന്ന് വിചാരിക്കരുത്. അന്ന് വരെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ മരിച്ച സകല വ്യക്തികളും അബാലവൃദ്ധം എന്ത് ചെയ്യും? സിംഹാസനത്തിന്റെ മുമ്പിൽ വരും. അതിന്റെ 13-ാം വാക്യം വായിച്ചാട്ടെ. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അടുത്തത് ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്കടുത്ത വിധി ഉണ്ടായി. ശ്രദ്ധിക്കണം, ഈ ഭൂമിയിൽ നിന്ന് ഓടി ഒളിക്കാൻ ആരെങ്കിലും സൂസൈഡ് ചെയ്തെന്നിരിക്കട്ടെ, രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ എന്തേ പറ്റത്തുള്ളൂ? അവന് വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വന്നേ പറ്റത്തുള്ളൂ. മരണം തങ്ങളിലുള്ളവരെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. വെള്ളത്തിൽ വീണ് ചത്തെങ്കിൽ വെള്ളം അവരെ തിരിച്ചു കൊടുക്കും. ഏത് തീയിൽ മരിച്ചെങ്കിൽ തീ അവരെ തിരിച്ചേൽപ്പിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഏത് മരണം ജീവിതത്തിന്റെ അവസാനമാണെന്ന് കരുതിയിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. യേശു ക്രിസ്തുവിനെ കൂടാതെ മരിച്ച സകലരും കർത്താവായ യേശുവിന്റെ വെള്ള സിംഹാസനത്തിന് മുൻപാകെ വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വെള്ള സിംഹാസനം ഒരു ജഡ്ജിയുടെ സിംഹാസനമാണ്. മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ കർത്താവ് സിംഹാസനം ആരാട്ടാ ഇരിക്കുന്നത്? അഡ്വക്കേറ്റ്, വക്കീൽ മൂത്തല്ലയോ ജഡ്ജിയാണ്. അപ്പൊ നമ്മുടെ കർത്താവ് ഇന്ന് ആരാണ്? അല്ലയോ? വക്കീലിന്റെ സീനിയോറിറ്റി കഴിയുമ്പോഴാണ് ജഡ്ജിയാണ്. അങ്ങനെ ഇന്ന് നമ്മുടെ കർത്താവ് വക്കീലാണ്, പറയാവുന്നൊക്കെ പറഞ്ഞോണം. എന്നാൽ ആ കർത്താവ് തന്നെ വെള്ള സിംഹാസനത്തിൽ മേലിരിക്കാൻ സമയം ഏറ്റവും അടുത്ത്. അന്ന് അവന്റെ മക്കളാണ് നാമെങ്കിൽ നമുക്ക് എത്ര അഭിമാനമായിരിക്കും. അവന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരത്തില്ല, കാരണം നമ്മുടെ ന്യായവിധി കഴിഞ്ഞു. സ്വത്രം ഭീമയുടെ മുമ്പിൽ നിന്നപ്പോൾ നമുക്ക് പ്രതിഫലങ്ങൾ കിട്ടി, നമുക്ക് പ്രശംസ കിട്ടി. നാം കർത്താവിന് വേണ്ടി ചെയ്തതിനും പ്രവർത്തിച്ചതിനും ഒക്കെ കർത്താവ് നമുക്ക് പ്രതിഫലം തന്നു. എന്നാൽ ഇവിടെ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ, ആത്മരക്ഷ പ്രാപിക്കാതെ, കർത്താവിന്റെ കൽപ്പന അനുസരിക്കാതെ, ദൈവമക്കളാകാതെ എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മരിച്ചുപോയ സകലരും ഈ സിംഹാസനത്തിന് മുമ്പാകെ നിന്നേ പറ്റത്തുള്ളൂ. 12-ാം വാക്യം വീണ്ടും വായിച്ചാട്ടെ. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. ശ്രദ്ധിക്കണമേ. അപ്പൊ ഇപ്പൊ വക്കീലിന്റെ മുന്നിൽ എന്തോ വെച്ചാ വിധിക്കുന്നത്? പുസ്തകം മീൻസ് ബുക്ക് ഓഫ് ലോ അല്ലെ? നിയമമില്ലാതെ വിധിയുണ്ടോ? അപ്പൊ കർത്താവ് വിധിക്കുന്നെങ്കിൽ എന്തോ വെച്ചാ വിധിക്കുന്നത്? ലോ വെച്ചാണ്, നിയമം വെച്ചാണ്. പുസ്തകങ്ങൾ തുറന്നു. ഒരു പുസ്തകത്തിന്റെ പേരവിടെ പറഞ്ഞിരിക്കുന്നു. ഏത് പേരാ? ജീവന്റെ പുസ്തകം. അതെന്തിനാണ്? കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനാലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി പാപം ഏറ്റുപറഞ്ഞ് മനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജീവപുസ്തകം എന്തിനാണ് ഈ വെള്ളസിംഹാസനത്തിന് മുൻപാകെ തുറക്കുന്നത്? സ്വത്രം ക്ഷമിക്കണം, ജേക്കബ് ബ്രദർ ഇപ്പോൾ ആ സിംഹാസനത്തിൽ വരത്തില്ല. എങ്കിലും വന്നിരിക്കട്ടെ. ജേക്കബ് ബ്രദർ വരികയാണെങ്കിൽ കർത്താവ് കൺഫേം ചെയ്യും ഈ ജീവപുസ്തകത്തിനകത്ത് ജേക്കബ് ബ്രദർ ഉണ്ടോ, ഇനി തെറ്റി വല്ലതാണോ എന്നാണോ? ജീവപുസ്തകത്തിൽ പേരുള്ള ആരും ആ വെള്ള സിംഹാസനത്തിൽ വരേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ജീവപുസ്തകത്തിൽ പേരില്ലാത്ത സകലരും. അതുകൊണ്ടാണ്
വെളിപ്പാട് പുസ്തകം വേറൊരു അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ജീവപുസ്തകത്തിൽ പേരില്ലാത്ത എല്ലാവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് ഫൈനൽ ജഡ്ജ്മെന്റ്. അവിടെ ഞാൻ പിന്നീട് വരാം. അപ്പൊ ശ്രദ്ധിക്കണം. എത്ര അവിടെ പുസ്തകം ഒന്നുകൂടെ 12-ാം വാക്യം, മരിച്ചവർ അപാലവൃദ്ധം സിംഹാസനത്തിൽ പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം. എത്ര പുസ്തകമുണ്ട്? പുസ്തകങ്ങൾ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ന്യായവിധിയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വേണം പ്രസംഗിക്കാനെന്നാണ് വേദശാസ്ത്രം. നമുക്ക് തിരിച്ചോണ്ട് പ്രസംഗിക്കേണ്ട സബ്ജക്റ്റ് അല്ല ഇത്. ദൈവത്തിന്റെ ന്യായവിധിയെ ആർക്ക് ഫേസ് ചെയ്യാൻ കഴിയും? യേശു ക്രിസ്തു വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ 3 പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നതായിട്ട് ബൈബിൾ നമുക്ക് തെളിവ് തരുന്നു. ഒന്ന് ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ പേരതിനകത്ത് കാണും, പേരില്ലെങ്കിൽ അവൻ കുറ്റവാളിയാണ്. ഏതൊക്കെ പുസ്തകങ്ങളാണ് തുറക്കപ്പെടുന്നത്? മലാക്കി പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യം വായിച്ചാണ്. മലാക്കി പ്രവചനം 3:16. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർ ശ്രദ്ധിച്ചു കേൾക്കണേ. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചു. അവന്റെ സന്നിധിയിൽ എന്തോ ഉണ്ട്? സ്മരണ പുസ്തകം. അപ്പൊ ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേര്, ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേര് ജീവപുസ്തകം. രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര് സ്മരണ പുസ്തകം അല്ലെങ്കിൽ ഓർമ്മയുടെ പുസ്തകം. കർത്താവ് ന്യായവിധിക്കാൻ കർത്താവ് ഞാൻ ഓർക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ വേണ്ട മക്കൾക്ക്, നിനക്ക് ഓർമ്മ വേണ്ട, എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആ ഓർമ്മ പുസ്തകം അങ്ങോട്ട് കർത്താവ് തോർന്ന് അങ്ങോട്ട് കാണിക്കും. രക്ഷപ്പെടാൻ ആരെ കൊണ്ടും പറ്റുന്നില്ല. ശ്രദ്ധിക്കണം. നാം രഹസ്യത്തിൽ ചെയ്യുന്നതും പരസ്യത്തിൽ ചെയ്തതും സകല കാര്യങ്ങളും ദൈവത്തിന്റെ റെക്കോർഡ് ഉണ്ടെന്നുള്ള കാര്യം ദൈവങ്ങളെ ഭയത്തോടെ കേൾക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഈ വെള്ളസിംഹാസനത്തിന് മുൻപാകെ ഓർമ്മ പുസ്തകമുണ്ട്. മൂന്നാമത്തെ പുസ്തകം റോമാലേഖനം 2:16 എന്ന് വായിച്ചേ. റോമാലേഖനം 2 ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ വളരെ ശ്രദ്ധിക്കണം. സുഖമായിട്ട് വായിക്കണം. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അപ്പൊ നിങ്ങൾ പറയണം മൂന്നാമത്തെ പുസ്തകം ഏതാണ്? മാത്രമേ പറഞ്ഞുള്ളൂ. ഹലോ, പേടിച്ചു പോയെല്ലാരും. വെള്ളസിംഹാസനത്തിന് മുൻപാകെ ഈ വേദപുസ്തകം കാണുമെന്ന്. ഇന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്ന, നമ്മൾ പള്ളിയിൽ കൊണ്ടുപോകുന്ന, നമ്മൾ കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോകുന്ന ഈ വേദപുസ്തകം നാം കേൾക്കുന്ന പ്രസംഗം, ഇതിന്റെ വെളിച്ചത്തിലായിരിക്കും ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്നത്. സ്വത്രം പറഞ്ഞ 3 പുസ്തകങ്ങൾ തുറന്നു. എന്തൊക്കെയാ പുസ്തകങ്ങൾ തുറന്നത്? 1 ജീവന്റെ പുസ്തകം, 2 സ്മരണ പുസ്തകം, 3 വിശുദ്ധ വേദപുസ്തകം. എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ശ്രദ്ധിക്കണേ, ഞാൻ ഇങ്ങനെ ഭാവനയിൽ ഓർക്കുക. കർത്താവ് സിംഹാസനത്തിൽ ന്യായം വിധിക്കാനായിട്ട് നമ്മളെ വിളിക്കുമ്പോഴേ, നമ്മളെയല്ല, ആ സിംഹാസനത്തിന് മുമ്പിൽ വരുമ്പോഴേ കർത്താവ് വേദപുസ്തകം നോക്കുമ്പോ, കർത്താവേ IPCയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം വിധിച്ചാട്ടെ, ഞാൻ IPCയുടെ മെമ്പറാ. ഇപ്പൊ കർത്താവ് പറയും IPCയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും എന്റെ സിംഹാസനത്തിൽ വാല്യൂ അല്ല. പാർശ്വ ചർച്ചക്കോടുകാരനാ. ചർച്ചക്കോടിലെ നിയമാവലികളും അവിടെ എന്തുമല്ല, ലഘുവല്ല. ഏതെങ്കിലും ഒരു സഭാ വിഭാഗം എഴുതി ചേർത്ത ഒരു നിയമങ്ങളും വെള്ളസിംഹാസനത്തിൽ വില പോകത്തില്ല. പറഞ്ഞൊരു കുഴപ്പമില്ല. നിക്കിയ സുന്നകദോസിൽ നമ്മുടെ പിതാക്കന്മാരുണ്ടാക്കിയ പുതിയ നിയമാവലികളോ ഉപദേശങ്ങളോ ആചാരങ്ങളോ കർമ്മങ്ങളോ അതും കർത്താവിന്റെ സിംഹാസനത്തിന് വില പോകത്തില്ല. കർത്താവിന്റെ വെള്ളസിംഹാസനത്തിൽ കർത്താവ് നോക്കുന്നത് വേദപുസ്തക പ്രകാരം, സുവിശേഷ പ്രകാരം ആണ് ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത്. ഒരാൾ പറയുക, ഞാനൊരു ഭാവന പറയാം. ഒരാൾ പറയാം, ഇവിടെ ഇരിക്കുന്ന ഒരാൾ പറയാം, കർത്താവ് എനിക്ക് അത് കേൾക്കാനായിട്ട് അവസരം കിട്ടിയില്ലായിരുന്നു. ഉടനെ കർത്താവ് ഓർമ്മ പുസ്തകം എടുക്കും. ഇന്ന വർഷം ഇത്ര മാസം ഇത്രാം തീയതി
പക്ഷെ സാം ജോണിനെ ലണ്ടനിൽ ഞാൻ കേട്ടിട്ടില്ലായിരുന്നോ? ഓർമ്മ പുസ്തകത്തിൽ. അയ്യോ കർത്താവെ, ആ മീറ്റിങ്ങിന് ഞാൻ പോയില്ലായിരുന്നു. അപ്പോൾ സാം ജോണിനെ നിങ്ങൾ വകവെച്ചില്ലെങ്കിൽ സാം ജോർജിനെ പഞ്ചാബിൽ നിന്ന് വിട്ടില്ലായിരുന്നോ? വിടത്തില്ല. ആരൊക്കെ വന്ന് ഇവിടെ വസനം ശ്രമിച്ചോ അവരുടെ എല്ലാ പേര് സഹിതം സ്മരണ പുസ്തകത്തിലുണ്ട്. അത് കർത്താവ് അങ്ങോട്ട് തുറന്നു പറയും. ചിരിക്കല്ലേ ദൈവമക്കളെ, നമ്മൾ കണക്ക് പറയേണ്ട കാര്യങ്ങളായിരുന്നു. സ്മരണ പുസ്തകവും ഓർമ്മയുടെ പുസ്തകവും ജീവന്റെ പുസ്തകവും വേദപുസ്തകവും കൂടെ വെച്ചാണ് ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്നത്. ഹല്ലേലൂയ. നോഹയുടെ പെട്ടകത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നോഹയുടെ പെട്ടകത്തിൽ നോഹ പ്രസംഗിച്ചു. വെള്ളം പൊങ്ങി, പെട്ടകം പൊങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പക്ഷെങ്കിൽ നോഹ ആ പണി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വെള്ളം കൊടുത്തവരും ചായ കൊടുത്തവരും ഒക്കെ ചെന്ന് നോഹയോട് പറഞ്ഞു കാണും, അപ്പച്ചോ വിദേശിയെ കഥക് തുറക്ക്, ഞാനും ചായ തന്നില്ലായിരുന്നോ, ഞാനും ചോറ് തന്നില്ലായിരുന്നോ, ഞാനും ദശാംശം തന്നില്ലായിരുന്നോ, പ്ലീസ് കഥക് തുറക്ക്. പക്ഷെ നോഹയ്ക്ക് കഥകടയ്ക്കാനായിട്ട് അവകാശമില്ല. ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. ഇന്ന് കൃപയുടെ പെട്ടകത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ രക്ഷയുടെ സമയമാണ്. ഈ രക്ഷയുടെ സമയത്ത് ആരെല്ലാം യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലയോ അവരെല്ലാവരും ഈ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഒന്നും എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല. പുസ്തകങ്ങൾ തുറന്നു. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ, ജീവന്റെ പുസ്തകവും ഓർമ്മ പുസ്തകവും വിശുദ്ധ വേദപുസ്തകവും വെച്ചാണ് ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത്. അസുഖം വരുമ്പോഴും ഭാരം വരുമ്പോഴും വേദന വരുമ്പോഴും വേദപുസ്തകം വായിച്ച് നമ്മൾ ആശ്വസിക്കാറുണ്ട്, സമാധാനം പ്രാപിക്കാറുണ്ട്. പോരാ പോരാ പോരാ, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് മുഴുവനുമായി അനുസരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ ഒരു ദിവസം ദൈവം നമ്മളോട് ചോദിക്കും. അന്ന് നമ്മൾ ദൈവത്തോട് മറുപടി പറയാൻ തക്കവണ്ണം അതേ തയ്യാറായിരിക്കണം. അടുത്ത വാക്യം വായിച്ചാട്ടെ, 13-ാം വാക്യം. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. അത് അതിന്റെ 12-ാം വാക്യത്തിന്റെ അവസാനം, പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ ഇതിലെ വാക്യങ്ങളിൽ എടുത്ത് വായിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് ന്യായവിധിയുണ്ട്, മനുഷ്യന്റെ വിചാരങ്ങൾക്ക് ന്യായവിധിയുണ്ട്, മനുഷ്യന്റെ വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കാൻ എനിക്ക് സമയം വരുന്നില്ല. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവിടെ നമ്മൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ തെളിവ്, ഒരു കോടതിയിൽ ഒരു വിധി പറയണമെങ്കിൽ സാക്ഷി വേണമല്ലോ. സാക്ഷി കർത്താവ് പറഞ്ഞു, കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടപ്പോൾ പറഞ്ഞു, ഏതെങ്കിലും വീട്ടിൽ പോയി ഗ്രാമത്തിൽ പോയി നിങ്ങൾ സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ ആരെങ്കിലും നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് പോരുമ്പോൾ എന്ത് ചെയ്യണം? കാലേലെ പൊടി തട്ടി കളഞ്ഞിട്ട് പൊക്കോണം. അടുത്തത് എഴുതിക്കുന്നത്, ന്യായവിധി ദിവസത്തിൽ ആ പൊടി അവർക്കെതിരായിട്ട് സാക്ഷ്യം പറയും എന്ന് പറഞ്ഞാൽ, വെള്ളസിംഹാസനത്തിൽ ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുമ്പോൾ ഒരു മനുഷ്യനെയും ദൈവം സാക്ഷികളായിട്ട് വിളിക്കത്തില്ല. ദൈവം സാക്ഷികളായിട്ട് വിളിക്കുന്നത് പൊടിയെ ആയിരിക്കും. അത് മാത്രമല്ല, വചനത്തിൽ വായിക്കുന്നു, ഈ കല്ലും ഉത്തരം പക്ഷേ തുലാം നമ്മുടെ വീടിന്റെ കെട്ടിയടച്ച ഒരു മുറിക്കകത്തിരുന്ന് നമ്മൾ സംസാരിച്ചതിന്, കെട്ടിയടച്ച മുറിക്കകത്തിരുന്ന് നാം ചെയ്ത തെറ്റുകൾക്ക് ദൈവം ഒരു മനുഷ്യരെ സാക്ഷികളായിട്ട് വിളിക്കത്തില്ല. ബൈബിൾ പറയുന്നു, കെട്ടിടത്തിന്റെ പൊടിയും കല്ലും മണ്ണും തുലാവും ദൈവത്തിന്റെ സഭയിൽ വന്ന് സാക്ഷ്യം പറയും. നമ്മുടെ ദൈവത്തെ നമുക്ക് ഭയപ്പെടണം. നമ്മുടെ ദൈവത്തെ നമുക്ക് ഭയപ്പെടണം. അടുത്ത വാക്യം വായിച്ചാട്ടെ. അവർ ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. നമ്മുടെ പ്രവൃത്തിക്കും നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ വിചാരത്തിനും അനുസരിച്ച് മനുഷ്യനെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അടുത്ത വാക്യം, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനെ. അപ്പൊ മരിച്ചുപോയ സകലരെയും ദൈവം എന്ത് ചെയ്യും? തിരിച്ചു വിളിക്കുമെന്ന്.
സാധാരണയായിട്ട് മരിച്ചവരും, രോഗം വന്ന് മരിച്ചവരും, സൂസൈഡ് ചെയ്തവരും സകലരെയും തിരിച്ചു വിളിക്കും. സകലരും വന്നേ പറ്റത്തുള്ളൂ. ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് അടുത്ത വിധി ഉണ്ടായി. ഒറ്റ വ്യക്തികളെ ദൈവം വിധിക്കും. അടുത്ത വാക്യം. മരണത്തെയും പാതാളത്തെയും തീപ്പൊകയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അടുത്തത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊകയിൽ തള്ളിയിടും. ശ്രദ്ധിക്കണം. സാക്ഷികൾ നിരന്നു, പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു, ശരിയായ വിധി വന്നു. വിധിച്ചതിന് ശേഷം അവസാനത്തെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് കെടാത്ത തീയിലേക്ക് അവൻ പോകേണ്ടതായിട്ട് വരും. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ശ്രദ്ധിക്കൂ, ഇന്നൊരു അസുഖം വന്ന്, ഒരു ആക്സിഡന്റ് വന്ന് മരിക്കുന്ന മരണം അവസാനമല്ല. അത് ജീവിതത്തിലെ അവസാനമല്ല. മരിച്ചുപോയി എന്ന് നമ്മൾ പറയുമല്ലോ, മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകുന്ന ഒരു വാതിലാണ് മരണം. ഇന്ന് ഈ മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ മരിക്കുകയും, ലേഖനം ബാക്കി എനിക്ക് ഓർമ്മയില്ല, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ബാക്കി എടുത്തെങ്കിൽ വായിക്കാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. മനസ്സിയ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരും ദൈവത്തിന്റെ ന്യായവിധിയിൽ കൂടെ കടന്നുപോയ പറ്റൂ. അത് ദൈവം സ്ഥാപിച്ചിരിക്കുന്ന, ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു വിധിയാണ്, ഒരു തത്വമാണ്. ഒരിക്കൽ മരിക്കുക, പിന്നെ ന്യായവിധി. ശ്രദ്ധിക്കുക, മരണം മനുഷ്യന്റെ അവസാനമല്ല. എങ്ങനെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചെന്ന് വിചാരിക്കരുത്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ, വെള്ളസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. വായിച്ചാട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. മനുഷ്യർക്ക് എന്ത് ചെയ്തിരിക്കുന്നു? സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് രാത്രി സ്വയമായി ചിന്തിക്കണം. ഈ സുവിശേഷം അതുപോലെ നമ്മൾ അനുസരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. നാം ദൈവത്തോട് മറുപടി പറയേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയിൽ തള്ളിയിടും. ആർക്കാ ഈ ശിക്ഷാവിധി ഇല്ലാത്ത? റോമർ 8:1 വായിച്ചാണ്. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിനുള്ളവർക്ക്, ഒരുമിച്ച് സ്തോത്രം പറയാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശു ക്രിസ്തുവിന്റെ 7 സിംഹാസനങ്ങളെ കുറിച്ച് വളരെ ചുരുക്കമായി ഓർപ്പിക്കുവാൻ ഇന്ന് രാത്രിയിൽ എനിക്ക് കർത്താവ് ഭാഗ്യം തന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അനേക നാളുകളായി ദൈവദാസന്മാർ വന്നും പോയി അതേ എന്റെ ഭാഷയിൽ പറഞ്ഞ നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ക്വാളിറ്റി മെസ്സേജുകളാണ് ഇവിടെയുള്ള ദൈവമക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഞാനത് കേട്ടില്ല, എനിക്കത് അറിയത്തില്ലായിരുന്നു, ഞാനത് അറിഞ്ഞില്ല, ഞാനത് മനസ്സിലാക്കിയില്ല എന്നാർക്കും പറയാനായിട്ട് പറ്റത്തില്ല. ശ്രദ്ധിക്കൂ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കാതെ, സുവിശേഷം അനുസരിക്കാത്ത, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അനുസരിക്കാത്ത സകല മനുഷ്യരും ദൈവത്തിന്റെ വെള്ളസിംഹാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അതിന്റെ അവസാന ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നിത്യ നരകമാണ്. തീയും ഗന്ധവും കത്തുന്ന പുഴുക്കളുള്ളതായ നിത്യമായ നരകത്തിലേക്ക് പോകേണ്ടി വരും. എന്നാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. യേശു ക്രിസ്തുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് സുവിശേഷം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോട് കർത്താവിനെ സേവിക്കുന്ന ദൈവമക്കളെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ ഏത് സഭയുടെ മെമ്പർ ആണെന്ന് ഒരിക്കലും കർത്താവ് ചോദിക്കത്തില്ല. ഒരു സഭയുടെ പേര് ചോദിക്കത്തില്ല. സഭ എല്ലാ മനുഷ്യരുണ്ടാക്കുന്ന പ്രിയപ്പെട്ടവരെ ഇത് മാത്രമാണ് നിലനിൽക്കുന്നത്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട, അല്ലേ? അങ്ങനല്ലേ? സ്വർഗത്തിൽ എന്നേക്കും
സ്ഥിരം ശ്രമാക്കപ്പെട്ട ദൈവത്തിന്റെ വചനം, ആ വചനത്തിന് മാറ്റമില്ല. ശ്രദ്ധിക്കൂ, ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നതിന് മുൻപാകെ ഞാനൊരു ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഞാൻ നിത്യതയിൽ ചെല്ലുമ്പോൾ ഇവിടെയുള്ള ദൈവമക്കളാരും നഷ്ടപ്പെടാതെ ആ പിതാവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രതിഫലം വിഭാഗിക്കുന്ന ആ സിംഹാസനത്തിൽ നിങ്ങളെയും കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ പാഴാക്കാതെ, അവസരങ്ങൾ പാഴാക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കാം, കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കാം, സുവിശേഷം അനുസരിക്കാം. ദൈവവചനത്തോട് എക്സ്ക്യൂസ് പറയാതെ ദൈവവചനം അനുസരിച്ച് മനുഷ്യനേക്കാൾ കൂടുതൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് നിത്യതയിൽ പ്രവേശിക്കുവാൻ നമുക്ക് തയ്യാറാകാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും കണ്ണുകളെ അടച്ചാട്ട്, എല്ലാ ദൈവമക്കളും തലകളെ അടക്കിക്കാട്ടെ. ഹല്ലേലൂയ. പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ദൈവമക്കളെ, വളരെ വേദനയോടുകൂടെ ആയിരിക്കണം നാം ഈ വചനം ധ്യാനിക്കേണ്ടത്. ഭയത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് ദൈവത്തെ സേവ ചെയ്യാം. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഇന്ന് അവൻ നമ്മുടെ വക്കീലാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യുവാൻ, നമ്മെ സഹായിക്കുവാൻ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ ഇന്ന് അവൻ കഴിവുള്ളവരാണ്. എന്നാൽ എത്രയും വേഗം ഈ യേശു ക്രിസ്തു ജഡ്ജിയായി മാറാൻ പോവുകയാണ്. അവൻ ന്യായാധിപനായി വെളിപ്പെടുവാൻ പോവുകയാണ്. ഇത് കൃപയുടെ കാലമാണ്, ഇത് സ്നേഹത്തിന്റെ ദൈവ സ്നേഹത്തിന്റെ സമയമാണ്. ഈ സമയം നാം നഷ്ടമാക്കിയാൽ നമുക്ക് പിന്നെ ഒഴിഞ്ഞു മാറുവാനായിട്ട് പറ്റില്ല. എല്ലാവർക്കും അല്പസമയം പ്രാർത്ഥിക്കാം. ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്, സഭാ രജിസ്റ്ററിൽ എന്റെ പേരുണ്ട്, ഞാൻ ദൈവദാസന്മാരെ സഹായിക്കുന്നുണ്ട്, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്. ഇതൊന്നും കർത്താവ് ചോദിക്കത്തില്ല. കർത്താവ് നോക്കുന്ന മൂന്ന് കാര്യം. ഒന്ന്, ജീവപുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ? നീ വീണ്ടും ജനനം പ്രാപിച്ചോ? നീ രക്ഷിക്കപ്പെട്ടോ? രണ്ട്, സുവിശേഷം മുഴുവനുമായി നീ അനുസരിച്ചിട്ടുണ്ടോ? തന്റെ ഓമനപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് തകർത്ത് നമ്മുടെ പാപത്തിനും ശാപത്തിനും വേണ്ടി പരിഹാരമായി ക്രൂശിൽ തകർക്കപ്പെട്ട ദൈവപുത്രനായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാതെ നമുക്ക് ഒഴിഞ്ഞു പോകുവാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, ഓർമ്മ പുസ്തകം, നമ്മുടെ ഒരു ഉപാധികളും ദൈവം വകവയ്ക്കത്തില്ല. ഇന്ന് ഏത് സമയത്തും കൃപാസനത്തിലേക്ക് അടുത്തില്ല, ഏത് സമയത്തും കർത്താവിനോട് ക്ഷമ ചോദിക്കാം, ഏത് സമയത്തും പാപത്തിന് പരിഹാരം പ്രാപിക്കാം. അല്പസമയം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആരെങ്കിലും ഇന്ന് രാത്രികാലം വീണ്ടും ജനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രികാലം യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവവചനം അനുസരിച്ചിട്ടില്ലെങ്കിൽ, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ നോക്കാതെ, കർത്താവേ, എനിക്ക് ശേഷിക്കുന്ന ആയുസ് ഞാൻ നിന്റെ വചനം അനുസരിക്കാൻ ഇന്ന് രാത്രികാലം ഏൽപ്പിക്കുന്നുവെന്ന് നമുക്ക് കർത്താവിനോട് പറയാം. വരുവീൻ ഈ നല്ല സമയം, ചേർത്ത് പാടാം. നിന്നെ യേശു വിളിച്ചിടുന്നു, വരുവീൻ നല്ല സമയം, നിന്നെ യേശു വിളിച്ചിടുന്നു. ആരത്തോട് നീ കഴിക്കുകയോ വന്നോടൻ പാദം തേടിനാതിൽ നിന്നെ ചേർത്തിടുമേ. വന്നോടൻ പാദം തേടിനാതിൽ നിന്നെ ചേർത്തിടുമേ. വരുമേ നല്ല സമയം, വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുമേ നല്ല സമയം, വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തരുന്നതനുസരിച്ച് ഞാൻ പറയുകയാണ്.
ഇടത്തോട്ടും വലത്തോട്ടും. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആയിരിക്കാം. ഈ റോഡിലോട്ട് കയറുമ്പോൾ ഏത് അപകടമാണ് നമ്മളെ നോക്കിയിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അടുത്തൊരു കൂട്ടായ്മയ്ക്ക് വരാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഒരു പ്രാവശ്യം കൂടെ സുവിശേഷം കേൾക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ശുദ്ധ മനസാക്ഷിയോടെ കർത്താവേ, അങ്ങേ ഞാൻ ഇതുവരെ എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല. ഞാൻ ഇന്ന് എന്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി തരുന്നു. ഞാൻ ഇതുവരെ നിന്റെ വചനം അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ചിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ അതിനുവേണ്ടി സമർപ്പിക്കുന്നു. ഞാൻ വെള്ളസിംഹാസനത്തിന് മുമ്പിലല്ല, കൃപയുടെ സിംഹാസനത്തിലേക്ക് ഞാൻ വരുന്നു. പ്രതിഫലം വിഭാഗിക്കുന്ന സിംഹാസനത്തിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോടികോടി വിശുദ്ധന്മാരോടൊപ്പം ഞാനും പ്രതിഫലം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഇന്ന് രാത്രി ആരെങ്കിലും സമർപ്പിക്കുന്നെങ്കിൽ, യുവാക്കന്മാരോ യുവതികളോ കുഞ്ഞുങ്ങളോ, ദൈവവചന സത്യത്തെ പുറന്തള്ളരുത്. ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധി നിശ്ചയമാണ്. ഒരു വിധത്തിലും ഒഴിയാൻ പറ്റത്തില്ല. മരിച്ചവരെ മരണം തിരിച്ചേൽപ്പിക്കും. സമുദ്രം തങ്ങളുടെ തിരിച്ചേൽപ്പിക്കും. പാതാളം തങ്ങളുടെ തിരിച്ചേൽപ്പിക്കും. പുസ്തകങ്ങൾ തുറക്കാൻ പോകുന്നു. സാക്ഷ്യങ്ങൾ പൊടിയും കല്ലും മരവും സാക്ഷ്യം പറയാൻ പോകുന്നു. നിത്യ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതാണ് സുപ്രസാദകാലം. ആരെ നോക്കാം. ഞാൻ സുവിശേഷം അനുസരിക്കാൻ, യേശുവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ട്, മുൻപോട്ട് വന്നാൽ ദേവദാസന്മാരായ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉലകമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് ഉലകമായ അഴകു അതു നമ്മാതെ മയക്കും നിന്നെ ഒരു നാൾ വന്നിടുമേ മറക്കാതെ നിന്റെ ശകനെ ഒരു നാൾ വന്നിടുമേ മറക്കാതെ നിന്റെ ശകനെ വരുമേ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിക്കുമേ നിന്റെ ജീവപുസ്തകത്തിൽ വരുമേ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു വരുമേ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു വാനത്തിൻ കീഴേ ഭൂമി മീതെ വാനവനേശു നാമമെന്നേ വാനത്തിൻ കീഴേ ഭൂമി മീതെ വാനവനേശു നാമമെന്നേ വേറെയില്ല രക്ഷകനേശു താൻ വഴിയേ മാർഗം വേറെയില്ല രക്ഷകനേശു താൻ വഴിയേ വരുവേ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുവചനം കേട്ടു നീ വാ നിത്യജീവൻ നിനക്കേകിടുമേ സത്യവചനം കേട്ടു നീ വാ നിത്യജീവൻ നിനക്കേകിടുമേ നിന്റെ പുസ്തകത്തിൽ
സമയമൃതവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയമൃതവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. മഴനാളെല്ലാം ഈ പ്രിയപ്പെട്ടവരുടെ പേര് നിത്യതയിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതിക്കൊണ്ടിരിക്കുക. സ്വർഗത്തിലെ ദൈവം ജീവന്റെ പുസ്തകത്തിൽ നിത്യ ന്യായവിധികൾ വിടുവിക്കപ്പെട്ടിരിക്കുകയാണ്. ഓ, സ്വർഗത്തിലെ ദൂതന്മാർ നൃത്തമാടുകയാണ്. സ്വർഗത്തിലെ ദൂതന്മാർ സന്തോഷിക്കുകയാണ്. നിങ്ങൾ എന്റെ പുറകെ പറയണം. ഞാൻ പറയുന്ന പ്രാർത്ഥനാ വാചകങ്ങൾ എന്റെ പുറകെ പറയണം. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. സ്വർഗപിതാവേ, ഇന്ന് രാത്രിക്കായി സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധ വചനം ഞങ്ങൾ കേട്ടു. കർത്താവേ, ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾ പാപികളാണ്. ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണം. ദൈവപുത്രനായ യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഞങ്ങളുടെ രക്ഷകനാണെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയം ഇന്ന് രാത്രിയിൽ അങ്ങേക്ക് തരുന്നു. നിത്യ ശിക്ഷാവിധിയിൽ നിന്ന്, നരകത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം. നിത്യ ജീവൻ തന്നതിനായി സ്തോത്രം. സ്വർഗത്തിലെ മക്കളാക്കി തീർത്തതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ കേട്ട വചനം അനുസരിച്ച് ജീവിക്കാൻ തുടർന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് മഹത്വമായി തീരുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് തരണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവർ ഈ ചെറിയ കൂട്ടായ്മ കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ചപ്പോൾ സ്വർഗത്തിലെ സന്തോഷത്തോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം. യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. യേശു എത്ര വല്ലവൻ, യേശു എത്ര വല്ലവൻ, യേശു